ചിങ്ങം രാശിയിലും കന്നി രാശിയിലുമുള്ള ഉത്തരം നക്ഷത്രം എങ്ങനെയുള്ള ഫലമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്? അതായത് നിങ്ങളുടേതായ പൊതുവായ ജീവിത രീതികളും വിവാഹ ജീവിതവും എങ്ങനെയായിരിക്കും? അതായത് ചിങ്ങം രാശിയിലുള്ള ഒന്നാം പാദവും കന്നി രാശിയിലുള്ള 2, 3, 4 എന്നീ പാദങ്ങളും എങ്ങനെയുള്ള ഫലങ്ങളൊക്കെയാണ് ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നത്? അത് എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെ തന്നെ ഒരു ജാതകവശാൽ ഒരല്പം മാറ്റങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. എല്ലാവർക്കും തന്നെ ഇത് ഫലവത്തായി വരണമെന്നും ഇല്ല. എന്നിരുന്നാലും ഇത് പൊതുവായ ഒരു ഫലമായിട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. മാക്സിമം പലർക്കും ഇത് കണക്ടിവിറ്റി ഉണ്ടായിരിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഉത്തരം നക്ഷത്രത്തിലെ കന്നി രാശിയിലുള്ളവരാണെങ്കിൽ എന്ത് കാര്യം ചെയ്താലും 2 പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ആദ്യത്തെ തവണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് പിഴച്ചു പോകുന്ന ഒരു സാഹചര്യവും അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ട് രണ്ടാമത് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോഴായിരിക്കും അവർക്ക് ഒരു വിജയമൊക്കെയും പ്രാപ്തമാകുന്നത്. അതായത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അത് ഒരു താല്പര്യമില്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗശൂന്യമായ രീതിയിലൊക്കെ ആയിരിക്കും. വീട്, വാഹനം അങ്ങനെയുള്ള എന്തെങ്കിലും വാങ്ങിയാലും ആദ്യത്തേത് നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത ഒരു സാഹചര്യത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുക. രണ്ടാമത്തേതാവും നിങ്ങൾക്ക് പ്രാധാന്യമൊക്കെ നൽകുന്നത് എന്നുള്ളതാണ്. പഠനം സംബന്ധിച്ച കാര്യമാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തെ നമുക്ക് കണക്കാക്കി എടുക്കാം. കാരണം വെച്ചാൽ ആദ്യത്തെ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. അത് മാറി മറ്റെന്തെങ്കിലുമൊക്കെ പഠിച്ചാലായിരിക്കും നിങ്ങൾക്ക് നല്ല ഗുണകരമായ മാറ്റങ്ങൾ തൊഴിലിടങ്ങളിലുമൊക്കെയും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്നതും. കന്നിരാശിയിൽപ്പെട്ട പലർക്കും ഈ വിവാഹ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവർക്ക് ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തെയായിരിക്കും സൃഷ്ടിക്കുക. കാരണം ആദ്യത്തെ വിവാഹമൊക്കെ ചിലർക്കെങ്കിലും പോരാത്ത അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ വരികയും അത് പിരിഞ്ഞു പോകുന്നതും പിന്നീട് രണ്ടാമത് മറ്റൊരു വിവാഹം കഴിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഇവർക്ക് ഉണ്ടാകും. ഉത്തരം നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഒരു മുൻകോപമൊക്കെയും ഉണ്ടാകും. അതുപോലെ ഉത്തരം നക്ഷത്രത്തിലെ ആൺ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് നടക്കുന്ന സമയത്തേക്ക് നല്ല രീതിയിലൊരു വേഗതയൊക്കെ ഉണ്ടായിരിക്കും. അതായത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ള രീതി പോലെ തന്നെ അവർ നടക്കുന്ന കാര്യത്തിലൊക്കെ ഫാസ്റ്റായിട്ടായിരിക്കും. ചിലരൊക്കെ തന്നെ ഒരു സൈഡൊക്കെ ചരിഞ്ഞ് നടക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും. അതായത് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അല്ലെങ്കിലും ആ ഒരു നടപ്പിലൊക്കെയും ആ ഒരു ഭാവം പ്രകടമായിക്കൊണ്ടിരിക്കും. സ്ത്രീകളൊക്കെ തന്നെ കാണാനൊക്കെ നല്ല അഴകുള്ളവരൊക്കെ ആയിരിക്കും. അവരുടെ കണ്ണുകൾക്കൊക്കെ നല്ല തിളക്കവും അതുപോലെ തന്നെ പൂ ചൂടി നടക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നല്ല രീതിയിൽ മുല്ലപ്പൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൂടി നടക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും. ദേഷ്യം അധികമാണെങ്കിൽ തന്നെയും അതുപോലെ തന്നെ നല്ല ഗുണവും അവരിലുണ്ടാകും. കാരണം ഈ ദേഷ്യം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് വന്നു പോകുന്ന ദേഷ്യമാണ്. അത് അകാരണമായ ദേഷ്യമായി നമുക്ക് ഫീലാകുന്ന ഒരു സാഹചര്യത്തിലൂടെ തന്നെയായിരിക്കും അവരുടേതായ ഒരു പ്രകടനവും. ഉത്തരം ഒന്നാം പാദത്തിലുള്ള അതായത് ചിങ്ങം രാശിയിലുള്ള ഉത്തരക്കാരാണെങ്കിൽ അവരുടേതായ സ്വഭാവ സവിശേഷതകളിലൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും. കന്നിരാശിക്കാരെ പോലെ ആയിരിക്കില്ല അവരുടേതായ ഒരു പ്രഭാവം. എന്തിലും ഏതിലും ഒരു വാശി ഉള്ള വ്യക്തികളായിരിക്കും ഈ ചിങ്ങം രാശിയിലെ ഉത്തരക്കാരൊക്കെ. കാരണം ഞാൻ പറയുന്നത് തന്നെയാണ് ഇവിടെ ചട്ടം, അത് നടന്നാൽ മതി എന്ന ഒരു തീരുമാനമൊക്കെ ആയിരിക്കും അവർക്ക്. നല്ലതോ ചീത്തയോ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അതിൽ നിന്നും അവർ മാറില്ല എന്നുള്ളതാണ് ഈ ചിങ്ങം രാശിയിലെ ഉത്തരക്കാരുടേതായ സ്വഭാവം. കന്നി രാശിയിലെ 2, 3, 4 പാദങ്ങളാണെങ്കിൽ ഇവരുടെ മനസ്സ് എപ്പോഴും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അതായത് ഒരു സ്റ്റഡിയായ ഒരു മനോഭാവം ഇവർക്ക് ഉണ്ടാകില്ല. സ്വന്തം കാര്യമൊക്കെ മറന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കായിരിക്കും ഇവർ പ്രാധാന്യം നൽകുക. കാരണം ഇപ്പോൾ സ്വന്തം വീട്ടിലെ ഒരു കാര്യമാണെങ്കിലും ഇവർക്ക് അതൊരു അലസതയുണ്ടാവും. മറ്റ് പുറമേയുള്ള ആരെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും രീതിയിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളുമായിരിക്കും. ഇവരൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കാര്യത്തിലൊക്കെ മുൻപന്തിയിലായിരിക്കും. പക്ഷേ ഇവരുടെ സ്വന്തം കാര്യത്തിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവരോട് പറയുന്ന ഒരു കാര്യം, മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ചില കാര്യങ്ങളിൽ കേട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ല വിജയങ്ങളും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആത്മാഭിമാനം ഒരിക്കലും വിട്ടുകൊടുക്കില്ല. കാരണം ആത്മാഭിമാനം വളരെ അധികം തന്നെ ഇവർക്ക് ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരുടേതായ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടേതായ ഉപദേശങ്ങൾ കേൾക്കുവാനോ ഇവർ മനസ്സ് കാണിക്കാറുമില്ല. കുടുംബപരമായ കാര്യങ്ങളിൽ ഇവരുടേതായ പൂർവികമായ സ്വത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇവർക്ക് അനുഭവ യോഗ്യമല്ലാതെ ഇരിക്കും. അതായത് ഒന്നുകിൽ ഇവർക്ക് ലഭിക്കാത്ത സാഹചര്യമായിരിക്കും അല്ലെങ്കിൽ ചെറിയ വയസ്സിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെയും വന്നു ചേരും. വീട്ടിന് മുന്നിലൊക്കെ
ഒരു അരളിച്ചെടി ചെറിയ ഒരു അരളിച്ചെടിയൊക്കെ വാങ്ങി വെച്ച് വളർത്തി പരിപാലിച്ച് വരുന്നതൊക്കെ വളരെയധികം നല്ല ഒരു ലക്ഷ്മി കടാക്ഷവും ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹവും ഈശ്വര ചൈതന്യമൊക്കെയും നിങ്ങൾക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യങ്ങളെ കൂടി ഉണ്ട്. ഇവരിൽ കള്ളം പറയുന്ന ഒരു പൊതുവായ സ്വഭാവം ഒന്നും തന്നെ ഇല്ല. എന്ത് ഒരു കാര്യത്തിലാണെങ്കിലും തൊഴിലാണെങ്കിലും ശരി, നല്ല രീതിയിൽ നല്ല ഭംഗിയായി തന്നെ ചെയ്തു തീർക്കുന്ന ഒരു പ്രവണതയും ഇവർക്കുണ്ടാകും. ഇവരെ വിശ്വസിച്ച് ആരെങ്കിലും ചെന്നാൽ അവരെ ഒരിക്കലും തന്നെ കൈവിടുന്ന ഒരു സ്വഭാവമൊന്നും തന്നെയില്ല. ഇവരെ വിശ്വസിച്ചാൽ ഇവർ എപ്പോഴും തൻ്റെ പ്രാണൻ പോലും നൽകാൻ മടിക്കാത്തവരായിരിക്കും. അതുപോലെ പിണങ്ങിയാൽ അതെടുക്കാനും മടിക്കാത്തവരായിരിക്കും. ഇവർ പൊതു സമൂഹത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇറങ്ങുന്ന വ്യക്തികളാണെങ്കിൽ അതിലൊക്കെ തന്നെ വളരെയധികം ആത്മാർത്ഥത ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കും. ആ കാര്യങ്ങളൊക്കെ വളരെ നല്ല ഭംഗിയായി വൃത്തിയായും വെടിപ്പായും ഒക്കെ ചെയ്തു തീർക്കുന്ന ഒരു പ്രവണതയും ഇവർക്കുണ്ടാകും. ഇവരിൽ പലർക്കും തന്നെ സഹനശക്തി വളരെയധികം കുറവാണ്. അതായത് എന്തെങ്കിലും ഒരു തൊഴിൽ സംബന്ധപ്പെട്ട രീതിയിൽ പോയി കഴിഞ്ഞാൽ വളരെ വേഗം അവർക്ക് ലഭിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഒക്കെ ഇവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല ഇടങ്ങളിൽ നിന്നും പല നല്ല നല്ല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. കുടുംബപരമായിട്ടുള്ള ഇവരുടെ ബന്ധുക്കളുമായിട്ടൊന്നും വലിയ രീതിയിലുള്ള അടുപ്പങ്ങളൊന്നും വെച്ച് പുലർത്താനൊന്നും ഇവർ താല്പര്യപ്പെടാറില്ല. സ്നേഹമൊക്കെ ഉണ്ടാവും, എന്നിരുന്നാലും വലുതായ ഒരു താല്പര്യമൊന്നും കാട്ടാറില്ല. തൊഴിലിടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവരുടേതായ മേലധികാരികൾ പോലും അതിശയപ്പെടുന്ന രീതിയിലായിരിക്കും ചില സന്ദർഭങ്ങളിൽ ഇവരുടേതായ ഒരു പ്രവർത്തന മികവുകൾ. ഇവർ എന്തൊരു കാര്യമാണെങ്കിലും മനസ്സിൽ വച്ച് പെരുമാറുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. ഇവർ ഓപ്പണായിട്ട് തന്നെ പറയും. അപ്പോൾ അങ്ങനെ ഓപ്പണായിട്ട് പറയുന്ന സമയത്ത് ഒരു അകാരണമായ ദേഷ്യമൊക്കെയും വന്നു ചേരുന്ന സാഹചര്യം. പക്ഷെ ദേഷ്യം വന്നാൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത നിലയിലായിരിക്കും ഇവരുടേതായ ഒരു പ്രകടനം. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ കണക്കാക്കുമ്പോൾ വളരെയധികം നല്ല വിദ്യാഭ്യാസമൊക്കെ നേടാൻ കഴിവുള്ളവർ തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കുന്നവരും ധാരാളം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഇവരുടേതായ സ്വന്തം തൊഴിൽപരമായ രീതിയിൽ നല്ല ഉന്നതമായ അത്യുന്നതമായ നിലകളിൽ എത്തുന്നവരും ധാരാളം തന്നെയാണ്. ഇവിടുത്തെ പ്രത്യേകത, നിങ്ങൾക്ക് സ്വയം അറിയാവുന്ന ചില സ്കില്ലുകളൊക്കെ ഉണ്ടാവും. അതായത് ചില കാര്യങ്ങൾ തൊഴിൽ സംബന്ധപ്പെട്ട രീതിയിലും അല്ലെങ്കിൽ ബുദ്ധിപരമായ രീതിയിലുമൊക്കെ മീഡിയ സംബന്ധപ്പെട്ട രീതിയിലൊക്കെ ചില അറിവ് നിങ്ങൾക്കുണ്ടാവും. അത് എന്താണ് എന്ന്, അതായത് നിങ്ങളുടേതായ കഴിവുകൾ നിങ്ങൾ കണ്ടെത്തിയാൽ അത് തന്നെയാണ് നിങ്ങളുടേതായ പരമമായ വിജയം, എന്നേക്കുമായുള്ള വിജയം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പിന്താങ്ങലുകളല്ല, നിങ്ങൾ കണ്ടെത്തുന്ന നിങ്ങളുടേതായ വിജയം അത് തന്നെയാണ് ശരിയായ മാർഗം. കന്നിരാശിയിൽ പിറന്നവർക്കാണെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധപ്പെട്ട തൊഴിലൊക്കെയും വളരെ മികച്ച ഒരു നല്ല ഫലത്തെ ആയിരിക്കും നൽകുക. മറ്റുള്ളവരെ ഉപദേശിക്കാൻ കഴിവുള്ള നിങ്ങൾ എന്തെങ്കിലും വിധത്തിൽ മറ്റുള്ളവർക്ക് പഠനം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുണ്ട്. അതായത് തൊഴിൽപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും പഠനം സംബന്ധിച്ച രീതിയിൽ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു വർക്ക്, ഒരു എഞ്ചിനീയറിംഗ് പോലുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ 4 പേർക്ക് അത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിഗംഭീരമായ മുന്നേറ്റമായിരിക്കും നിങ്ങൾക്കുണ്ടാകും. അതായത് സ്വയം ചെയ്യുന്നതിനൊപ്പം മറ്റുള്ള 4 പേർക്ക് പറഞ്ഞു കൊടുത്ത് അതിനെ ചെയ്യിപ്പിക്കുന്ന ഒരു ടീച്ചിങ്, അതായത് വേണമെങ്കിൽ ഒരു പോളിടെക്നിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയൊക്കെ ചിന്തിച്ചാൽ ഫുഡ് സംബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് പരിപൂർണ വിജയമാണ്. സെയിൽസ് സംബന്ധപ്പെട്ട മാർക്കറ്റിംഗ് തൊഴിലുകളൊക്കെയും വളരെ ഗുണം തന്നെയാണ്. ഏതെങ്കിലും വ്യക്തികൾ ഇവരെ തൊഴിൽ സംബന്ധപ്പെട്ട കൂടെ നിർത്തിയാൽ ഇവർ ആരെയും ചതിക്കില്ല. ഇവരെ ചതിച്ചിട്ട് പോകുന്നവർ മാത്രമായിരിക്കും. കാരണം ഇവരുടെ നല്ല കഴിവുകളും എഫർട്ടുകളൊക്കെ എടുത്ത് നല്ല രീതിയിൽ മുന്നേറ്റം നേടിയിട്ട് ഇവരെ പറ്റിച്ചിട്ട് പോകുന്നവരായിരിക്കും ഏറ്റവും അധികം ഉണ്ടാവുക. ഇവർ ഇങ്ങനെയാണെങ്കിലും ഇവരുടെ ഓപ്പോസിറ്റ് സൈഡ് എന്തെങ്കിലും വിധത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വഞ്ചനയും കൊണ്ടായിരിക്കും ഇവരെ തേടി എത്തുക എന്നുള്ളത്. നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ നാശമായി പോകാനായിട്ട് ആരുടെയെങ്കിലും ഒരു കണക്ഷൻ മതിയാകും. ഇവർക്ക് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രേമ വിവാഹങ്ങളൊക്കെയും ധാരാളം പറയപ്പെടുന്നുണ്ട്. അത് ചിങ്ങം രാശിയാണെങ്കിലും കന്നി രാശിയാണെങ്കിലും ഈ നക്ഷത്രത്തിന് അങ്ങനെ ഒരു കാര്യവും പറയപ്പെടുന്നുണ്ട്. ഇതിൽ എത്ര പേർക്കത് സാധൂകരണം നടക്കുന്നു എന്ന് കേട്ടാൽ അത് അവനവന് തന്നെയായിരിക്കും അറിയുക. എന്നാലും 90% പേർക്കും അങ്ങനെ ഒരു ബന്ധം കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ ആദ്യത്തെ ഒരു പ്രേമബന്ധമൊക്കെ വിവാഹത്തിൽ എത്തിയാൽ തന്നെയും അത് തകർന്നു പോകുന്ന ഒരു സാഹചര്യം വരും. എന്നാൽ രണ്ടാമതൊരു പ്രേമബന്ധത്തിൽ ചെന്ന് എത്തിയാൽ അത് പരിപൂർണമായ വിജയത്തെയും കുറിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാലും ഇതിൽ ചിലരെങ്കിലും തന്നെ ഫസ്റ്റ് ഈ ലവ് മാരേജൊക്കെ വളരെയധികം നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എല്ലാവർക്കും തന്നെ അത് ഫലം വരണമെന്നില്ല എന്നുള്ളതാണ്. വിവാഹത്തിൻ്റെതായ ഒരു കൺസെപ്റ്റിലേക്ക് നിൽക്കുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇവരുടേതായ, അതായത് ഓപ്പോസിറ്റ് സൈഡിൻ്റെതായ ആ ഒരു സൗന്ദര്യം ഒന്നുമല്ല, അവരുടേതായ നല്ല ഗുണത്തിനെ മാത്രമായിരിക്കും, നല്ല സ്വഭാവത്തെ മാത്രമായിരിക്കും ഇവർ എപ്പോഴും നോക്കുക. അതുകൊണ്ട് സൗന്ദര്യത്തിനൊന്നും വലിയ തോതിലുള്ള പ്രാധാന്യം കൽപ്പിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
ജീവിതം ഇവരുടേതായ മുൻകോപം കൊണ്ട് തന്നെ പലപ്പോഴും കലുഷിതമായി പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും. അതായത് ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു സന്തോഷകരമായ ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് പലപ്പോഴും ഉണ്ടാകും. ഇതിൽ തന്നെ ചിലർക്കെങ്കിലും തന്നെ കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള താമസവും വന്നെത്തുന്ന കാര്യങ്ങളും മനസ്സിലാക്കുക. അതായത് ജാതകവശാൽ സർപ്പ ദോഷങ്ങൾ, അതായത് രാഹുവിൻ്റെതായ കേതുവിൻ്റെതായ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കാം. ഇവരുടേതായ കുടുംബങ്ങളിലൊക്കെ തന്നെ യോഗീശ്വരൻ്റെതായ സാന്നിധ്യം, അതായത് ധർമ്മശാസ്ത്രവുമായിട്ട് കണക്കാക്കപ്പെടുന്ന ഉത്തര നക്ഷത്രമായതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു സന്യാസ യോഗവും പ്രദാനം ചെയ്യുന്നുണ്ട്. ജീവിതം സംബന്ധിച്ച കാര്യത്തിൽ എപ്പോഴും വേണ്ടായിരുന്നു എന്ന തോന്നലൊക്കെയും പലർക്കും വന്നു ചേരുന്ന ഒരു സാഹചര്യവും തൊഴിൽപരമായ രീതിയിൽ പറ്റിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഉത്തര നക്ഷത്രക്കാരിൽ ഇവരുടേതായ കുട്ടികളുടേതായ കാര്യം നോക്കുമ്പോൾ മൂത്ത കുട്ടിയെ, ആദ്യത്തെ കുട്ടിയൊക്കെ തന്നെ പെൺകുട്ടി ആയിരിക്കാനാണ് സാധ്യതയായിട്ട് കൂടുതലുള്ളത്. അതായത് ഒട്ടുമുക്കാൽ പേർക്കും അങ്ങനെ തന്നെയായിരിക്കും. ചിലർക്കെങ്കിലും ആയിരിക്കും ആദ്യത്തെ കുട്ടി ആൺകുട്ടിയായിട്ട് ജനിക്കുക എന്നുള്ളതും. ഇവരുടെ കുടുംബത്തിൽ തന്നെ കുട്ടികളുടെ, അതായത് 10 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഇവരുടേതായ കുടുംബത്തിൽ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും പലർക്കും തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് കന്നി ദോഷങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യവും ഇത്തരം കാര്യങ്ങൾ, അതായത് വ്യാഴത്തിൻ്റെതായ സ്ഥിതി കണക്കിലെടുത്ത് ഇത്തരം ഒരു സാഹചര്യങ്ങളും വന്നെത്തുമെന്നുള്ളതും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പൊതുവിൽ ഒട്ടുമുക്കാൽ പേർക്കും തന്നെ നല്ല ഫലങ്ങളൊക്കെ പ്രധാനമായും സ്വഭാവ സവിശേഷതകളിൽ ഒരല്പം മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ വളരെയധികം സന്തോഷകരമായ ജീവിതം ഈ ഉത്തര നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും.